വാട്സപ്പിൽ നമുക്കൊരാൾ മെസ്സേജ് അയച്ച് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെങ്ങനെ കാണാൻ സാധിക്കും? ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ തന്നെ നമ്മുടെ മൊബൈലിൽ ഇത് കാണാനുള്ള സംവിധാനമുണ്ട്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞാനിപ്പോൾ അതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിന് ഹായ് അയക്കാണ്. പിന്നെ ഒരുപാട് കീവേഡുകൾ ഞാനിങ്ങനെ അയച്ചു, സെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചു. ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. 2 മെസ്സേജും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഇത് ലഭിക്കുന്ന വ്യക്തി വാട്സപ്പ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന ഓപ്ഷനായിരിക്കും കാണുക. സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന വ്യക്തി ചിന്തിക്കും, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ഡിലീറ്റ് ചെയ്തത് എന്ന്. അതായത് നമുക്ക് പരിചയമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മളൊന്ന് കോൾ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വോയിസ് മെസ്സേജൊക്കെ നമ്മൾ അയച്ചു കൊടുക്കും, എന്തിനാണ് നിങ്ങൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് എന്ന്. അവരതിന് കാരണം പറയും, ഒന്നുകിൽ നിങ്ങൾക്ക് അയക്കേണ്ട മെസ്സേജ് അല്ല, വേറെ ആൾക്ക് അയക്കേണ്ട മെസ്സേജ് മാറിപ്പോയതാണ്, അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചതാണ് എന്നൊക്കെയായിരിക്കും അവർ പറയുക. എന്നാലും എന്തിനാണ് അവർ ഡിലീറ്റ് ചെയ്തത്, അതെന്തായിരിക്കും മെസ്സേജ് എന്ന് നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും. നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ ഇത് കണ്ടെത്താനുള്ള മാർഗ്ഗമുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. നമുക്കിതെങ്ങനെ കണ്ടെത്തുന്നത് നോക്കാം. നമുക്കിത് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗം, നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്വാൻസ്ഡ് സെറ്റിങ്സ്. പല മൊബൈലിലും പല ലൊക്കേഷനിലായിരിക്കും ഞാൻ ഈ കാണുന്ന സെറ്റിങ്സ് ഉണ്ടാകുക. എന്തായാലും എൻ്റെ മൊബൈലിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന മൊബൈലിലാണ്, സാംസങ് മൊബൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മൊബൈലിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ്റെ അകത്താണ് ഉള്ളത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഈ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. ഏറ്റവും മുകളിൽ ഇവിടെ ഓഫിലായിരിക്കും ഇതുണ്ടാകുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതെന്നാണ് ഓൺ ചെയ്തിടുന്നത് അതിന് ശേഷമുള്ള മെസ്സേജ് മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് ഓൺ ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ജസ്റ്റ് നമുക്കിതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ഞാനിത് ഓൺ ചെയ്തിട്ടു. ഓക്കെ, ഇപ്പോൾ ഇതിൽ റീസെൻ്റായിട്ട് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ഞാൻ നേരെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അതേ വ്യക്തിക്ക് തന്നെ ഞാനൊരു മെസ്സേജ് അയക്കുകയാണ്. കുറേ കീവേഡ് ഇങ്ങനെ അയച്ചു. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു ഹലോ എന്നും കൂടി ഞാൻ അയച്ചു. ഇത് രണ്ടും ഞാൻ ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കുകയാണ്. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ അടിച്ചു. ലഭിക്കുന്ന വ്യക്തി വാട്സപ്പ് തുറക്കുമ്പോൾ ഇവിടെ മെസ്സേജ് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ അയച്ച 2 മെസ്സേജ് അതിന് മുകളിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് വെച്ചതിൽ നിങ്ങൾക്ക് ഹലോ എന്ന് എഴുതിയതും ഒരുപാട് കീവേഡുകൾ ഇവിടെ വന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. റീസെൻ്റായിട്ട്, അതായത് ഞാൻ അയച്ച ടൈമും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. റീസെൻ്റായിട്ട് ഏറ്റവും മുകളിൽ ആ കീവേഡും ഹലോ എന്ന് എഴുതിയതും ഏറ്റവും മുകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതിന് ശേഷം താഴെയും കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇവിടെ താഴെയും കുറേ വന്നിട്ടുണ്ട്. അതായത് എനിക്ക് വേറെ മെസ്സേജ് വന്നതും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വോയിസ് മെസ്സേജ്, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ഫോട്ടോസ് ഇങ്ങനെ ആരെങ്കിലും അയച്ചിട്ട് അവർ ഡിലീറ്റ് ഫോർ എവരി വൺ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലൂടെ എന്താണ് അയച്ചതെന്ന് നമുക്ക് അറിയില്ലെങ്കിലും വോയിസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും, ഫോട്ടോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും, വീഡിയോസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നല്ലാതെ അതെന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ കാണുകയില്ല. ഓക്കെ, പക്ഷേ ടെക്സ്റ്റ് മെസ്സേജുകൾ എന്തും നമുക്കിതുപോലെ റീഡ് ചെയ്യാൻ സാധിക്കും. ഏതായാലും നിങ്ങൾക്കൊരു പകുതി ആശ്വാസം കാണുമല്ലോ. ഇങ്ങനെയുള്ള മെസ്സേജ് എന്താണ് അവർ ഡിലീറ്റ് ചെയ്തതെന്ന് ആ ഒരു ആകാംക്ഷാസം കാണുമല്ലോ. ഇങ്ങനെയുള്ള മെസ്സേജ് എന്താണ് അവർ ഡിലീറ്റ് ചെയ്തതെന്ന് ആ ഒരു ആകാംക്ഷ പകുതിയെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുമല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അടുത്ത നല്ലൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.